ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വർഷത്തെ വലിയ നോമ്പിൻ്റെ എന്തൊക്കണം ഈ ഭവനം ഒരുക്കുന്ന ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ വാത്സല്യ ഭവനം ഒരളവിൽ പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് സുവിശേഷത്തിന് വെളിച്ചം വീശിയ ഒരു ഭവനമായിരുന്നു. അതായത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട മാത്തുക്കുട്ടി സാറ് ഈ പ്രദേശത്ത് വലിയൊരു സുവിശേഷനായിരുന്നു. എൻ്റെ ആത്മീയ ഗുരുവായിരുന്നു മാത്തുക്കുട്ടി സാറ്. ഈ ഭവനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്തുക്കുട്ടി സാറിനെ ഓർക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇടവകയുടെ സജീവമായ ഒരു പ്രവർത്തകനായിരുന്നു മാത്തുക്കുട്ടി സാർ. ആ കാലഘട്ടങ്ങളിൽ പ്രായമുള്ളവർക്കറിയാം, ഒരു മാസത്തിൽ ഒരു ഞായറാഴ്ച മാത്രമേ നമുക്ക് അച്ഛനെ ലഭിക്കുമായിരുന്നുള്ളൂ. ബാക്കി എല്ലാ ആഴ്ചകളിലും ആരാധന നടത്തുകയും വചനം സംസാരിക്കുകയും കൂട്ടായ്മ നടത്തുകയും എല്ലാം ചെയ്യുന്നത് പ്രിയപ്പെട്ട മാത്തുക്കുട്ടി സാറായിരുന്നു. ഇവിടെ മാത്രമല്ല, ഈ പ്രദേശം മാത്രമല്ല, ഇതിനുള്ള ചുറ്റുപാട് പ്രദേശങ്ങളിലൊക്കെയും മാത്തുക്കുട്ടി സാർ നല്ല ഒരു ക്രൈസ്തവ സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ കുടുംബത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇന്ന് ഇവിടെ ഈ ആരാധന നടത്താനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് ഇവിടെ ഈ ഭവനത്തിൽ തിരുവചനമായി നിൽപ്പാൻ ദൈവം എനിക്ക് തന്ന ഒരു വലിയ ഭാഗ്യമായി ഞാൻ അതിനെ കാണുന്നു. ആ കാലഘട്ടങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. മാത്തുക്കുട്ടി സാറിനോടൊപ്പം എൻ്റെ വല്യപ്പച്ചൻ, അതുപോലെ പറഞ്ഞതോട് ചാണ്ടിച്ചാന്, കൗരനൊട്ടിക്കൽ ജോർച്ചാന്, ഇങ്ങനെ കുറേ വ്യക്തികളായിരുന്നു അന്ന് ഒരു ടീമായിട്ട് നമ്മുടെ സഭയിൽ ഇടവകയിൽ പ്രവർത്തിച്ചത്. പാപ്പിച്ചേട്ടനെ, ഇങ്ങനെ ഒരു വലിയൊരു ടീമുണ്ടായിരുന്നു നമ്മുടെ ഇടവകയിൽ പ്രവർത്തിക്കാൻ. അക്കൂട്ടത്തിൽ ഏറ്റവും അവസാനത്തെ കണ്ണിയായിരുന്നു ബഹുമാനപ്പെട്ട മാത്തുക്കുട്ടി സാർ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1982 അദ്ദേഹം നിര്യാതനാവുന്നത്. അതുവരെയും ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് തിരുവനന്തപുരമായി നിൽപ്പാൻ ദൈവം എനിക്ക് തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രദേശത്ത് അദ്ദേഹം എല്ലാ നാനാജാതി മതസ്ഥരെയും അവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം നിൽപ്പാൻ അദ്ദേഹം പരിശ്രമിച്ചു. അതുപോലെ ആ കുടുംബത്തെ അദ്ദേഹം അതുപോലെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ നൽകാൻ ചിന്തിക്കാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്പസമയത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. 1 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും കാണപ്പെടാൻ അറിയാവുന്ന ഭാഗമാണല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ വായിക്കാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയമുള്ളവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ വിലയേറിയ നാമത്തിന് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. വചനം അങ്ങയുടേത്, അടിയങ്ങളും അങ്ങയുടേത്. ആ വചനം വിഭാഗിച്ച് മനസ്സിലാക്കുവാൻ അടിയങ്ങളെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. അടിയങ്ങളുടെ കുറവുകൾ കിട്ടുന്ന ഓർക്കരുത് കർത്താവേ. ഇതിനനുസൃതമായി ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ അടിയങ്ങളെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. മാനവമോത്വം തിരുമനി എടുക്കണമേ. സകലവാൻ പിള്ള യേശു നാമത്തിൽ അടിയങ്ങൾ താഴ്മയെ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ നാം നോമ്പ് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ഇതര സഭാ സമുദായ വിഭാഗങ്ങൾക്കും നോമ്പ് ഉണ്ട്. ഇപ്പം മുസ്ലിങ്ങൾ നോമ്പ് തുടങ്ങിയിട്ട് 4 ദിവസമായിട്ടുണ്ട്. അവരുടെ നോമ്പ് ഇത്തിരി കട്ടിയാണ്. പകലെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു തുള്ളി വെള്ളം പോലും അകത്തോട്ടിറക്കാനായിട്ട് സാധിക്കാത്ത ഒരു വലിയ നോമ്പാണ് അവരുടെ നോമ്പിൻ്റെ ആചരണം. ഇതുപോലെ ഹിന്ദുക്കൾക്കുമുണ്ട് നോമ്പിൻ്റെ വ്രതാനുഷ്ഠാനങ്ങൾ. എന്നാൽ നമ്മുടെ നോമ്പിൻ്റെ 36-ാം ദിവസമാണ് ഇന്ന്. എന്തിനാണ് നമ്മൾ നോമ്പ് ആചരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് നോമ്പ്? നോമ്പ് എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവം ലോകത്തെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചതിന് ശേഷമാണ് ദൈവം തൻ്റെ കൈകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിക്കുകയും മനുഷ്യനിൽ ജീവശ്വാസം നൽകുകയും ചെയ്തത് ദൈവമാണ്. വേറെ ഒരു ജീവിക്കും ജീവജാലത്തിനും ദൈവത്തിൻ്റെതായുള്ള കഴിവോ ജീവശ്വാസം ഊതി കൊടുത്തിട്ടില്ല. മനുഷ്യൽ മാത്രമാണ് ദൈവത്തിൻ്റെ ജീവശ്വാസം ഊതി മനുഷ്യനെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. എന്തിനുവേണ്ടിയെന്നറിയാമോ? ദൈവം സൃഷ്ടിച്ച സകലതിനെയും ദൈവം നല്ലത് എന്ന് കണ്ടു. ആ നല്ലത് എന്ന് കണ്ട
ഈ ലോകത്തെ നല്ലതുപോലെ പരിപാലിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന് മെച്ചമായ രീതിയിൽ പരിപാലിക്കാൻ വേണ്ടിയുള്ള ബുദ്ധിയും കഴിവും കൊടുത്താണ് ദൈവം മനുഷ്യനെ ഈ ലോകത്ത് സൃഷ്ടിച്ചത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടികളായ നാം ഈ ലോകത്തെ മനോഹരമായി കാത്തു സൂക്ഷിക്കാനും അല്ലെങ്കിൽ കൂടുതൽ മനോഹരമാക്കി തീർക്കുവാൻ വേണ്ടി നിയോഗം ലഭിച്ചിട്ടാണ് നമ്മൾ ഈ ലോകത്ത്, മനുഷ്യനെ ഈ ലോകത്ത് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കണം. അതിനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. റോമർക്ക് ലേഖനം 12-1 വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. നമ്മുടെ ജീവിതം ജീവനുള്ളതായിരിക്കണം, വിശുദ്ധിയുള്ളതായിരിക്കണം, ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. ഒന്നാമത് ജീവനുള്ളതായിരിക്കണം, രണ്ട് വിശുദ്ധിയുള്ളതായിരിക്കണം, ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. അപ്പോൾ വിശുദ്ധിയുള്ള ജീവിതം നയിക്കാനായിട്ടാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഏതൊക്കെ തരങ്ങളിൽ വിശുദ്ധി വേണം? ഒന്ന്, നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ്. നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ്, ഈ 3 തലങ്ങളിലും വിശുദ്ധരായി ജീവിക്കാനാണ് ഈ നോമ്പുകാലം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. അത് നോമ്പുകാലം മാത്രമല്ല, തുടർന്നും അതുപോലെ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രേരണയാണ് ഈ നോമ്പ് കൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത്. ദൈവത്തിൻ്റെ കരസ്പർശനത്തിൽ കൂടി ദൈവം കൊണ്ടാണ് നമ്മുടെ ശരീരം. ഈ ശരീരത്തെ വിശുദ്ധിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെ തിരക്കുകൾ മൂലം നമ്മുടെ ജീവിതം ശരിയായ വിശുദ്ധിയായി നയിക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് ആ വിശുദ്ധി പരിപാലിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. ദേഹം അശുദ്ധമാകുമ്പോൾ അതിൽ കുടികൊള്ളുന്ന ദേഹിയും ആത്മാവും സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് മാറും. അതുകൊണ്ട് വിശുദ്ധമായി ജീവിക്കേണ്ടത് നമ്മുടെ ദൈവം നമുക്ക് നൽകുന്ന ഒരു ആഹ്വാനമാണ്. നാം കഴിക്കുന്ന ആഹാരങ്ങൾ, അത് ദഹിക്കുമ്പോഴുണ്ടാകുന്ന വാതകങ്ങൾ, മറ്റ് വിസർജ്യങ്ങൾ, ഈ ആഹാരം ദഹിക്കുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ വിതരണങ്ങൾ കൂടെ ഉണ്ടാകുന്ന മലിനീകരണമായ സാഹചര്യങ്ങൾ, ഇവയെല്ലാം നമ്മുടെ മാത്രം ജീവിതത്തെ അല്ല സ്വാധീനിക്കുന്നത്, നമ്മുടെ പ്രപഞ്ചത്തെ കൂടിയാണ് ഇത് സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് ഈ നോമ്പുകാലത്തെ ആഹാരശീലങ്ങളിലൂടെ നാം നമ്മുടെ ശരീരത്തെ മാത്രമല്ല പ്രകൃതി ആകമാനം സംരക്ഷിക്കുവാനുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത്. അതുകൊണ്ട് നോമ്പുകാലത്ത് നമ്മുടെ ആഹാരശീലം നമ്മുടെ മാത്രമല്ല, നമ്മുടെ പ്രകൃതിയെയും കൂടെ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള ആഹാരശീലങ്ങളാണ് നമ്മൾ ആഹരിക്കേണ്ടത് എന്ന് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നോമ്പുകാലത്ത് നാം കാണുന്ന, വായിക്കുന്ന, കേൾക്കുന്ന തെറ്റായ കാര്യങ്ങൾ അത് നമ്മുടെ ദേഹിയെ മലിനമാക്കുന്നു. ദേഹിയെ മലിനമാക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ നാം വസിക്കുന്ന ലോകത്ത് പലതും കാണുകയും കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ദേഹി മലിനമായി പോകുന്നു. അതുകൊണ്ട് ആ വിധമായ ചിന്തകളിലേക്ക് കടക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച്, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകൾ രൂപപ്പെടുന്നത് നമ്മുടെ ദേഹിയെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന നമ്മുടെ സമൂഹ ജീവിതത്തിൽ മുഴുവൻ സമയവും നന്മയായതിനെ മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യാനൊക്കാതെ തിന്മയായതിനെ കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ദേഹിയെയും അത് അശുദ്ധമാക്കും. അതുകൊണ്ട് നമ്മുടെ ഈ നോമ്പാചരണം, ഈ 50 ദിവസം നോമ്പാചരണം നമുക്ക് തികച്ചും ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യം ഒഴിഞ്ഞു മാറി ദൈവവുമായുള്ള ബന്ധത്തിൽ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നോമ്പാചരണത്തിലൂടെ, ദൈവാചരണത്തിലൂടെ, ദൈവവചന ധ്യാനത്തിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ കുറേയൊക്കെ പരിധിവരെ നമുക്ക് വിശുദ്ധമായി ജീവിക്കാൻ സാധിക്കും. അത് നമ്മുടെ നോമ്പുകാലത്ത് മാത്രമല്ല, തുടർന്നുള്ള നമ്മുടെ ജീവിതകാലങ്ങളിലും അത് അനുവർത്തിച്ച് പോകാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മിലെ ആത്മാവ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആദ്യ സൃഷ്ടിയിൽ ആദാമിലേക്ക് ദൈവം അതിനെ ഊതിക്കയറ്റുന്നു. ഈ ആത്മാവ് ദൈവസാന്നിധ്യം വിശുദ്ധമായി നിലനിർത്തണമെങ്കിൽ അതിൻ്റെ ഉറവിടവുമായുള്ള ബന്ധം നിലനിർത്തണം. അതല്ലാതെ നാം ചെയ്ത ഒരു പ്രവൃത്തിയും ഈ ആത്മാവിനെ വിശുദ്ധിയിലേക്ക് നയിക്കുകയില്ല. നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ നിരവധി വസ്തുക്കളുണ്ട്. അതിൽ മിക്കവരും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ കമ്പ്യൂട്ടറിനെ അർത്ഥപൂർണ്ണമാക്കുന്നത് അതിലേക്ക് വരുന്ന വൈദ്യുതിയാണ്. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഈ വൈദ്യുതി ബന്ധം നിലച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സജീവാവസ്ഥ അധികം നിലനിൽക്കുകയില്ല. ഇത് കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പ്രസക്തമാകുന്നത് പ്രകൃതിയിലെ സകല ചരാചരങ്ങളുടെയും നിലനിൽപ്പ് ഈ ഊർജ്ജ സ്രോതസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഊർജ്ജ സ്രോതസ്സ് ദൈവവുമായുള്ള ബന്ധത്തിലായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ അനുഭവത്തിൽ പിടിച്ചിരിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവിക ഊർജ്ജത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവൻ്റെ ചൈതന്യം പകരുവാൻ സാധിക്കത്തൊന്നുമില്ല. നാം വിറക് കത്തിക്കുമ്പോൾ തീ ഉണ്ടാകുന്നില്ലേ? ഒരു ചെടിക്ക് നാം നിർജ്ജീവമെന്ന് വിളിക്കുന്ന മണ്ണിൻ്റെ സാധ്യമില്ലെങ്കിൽ ജീവൻ്റെ അവസ്ഥ എങ്ങനെ ലഭിക്കും? അതുകൊണ്ട് നോമ്പിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി ഒന്ന് മാറണം. നോമ്പിലൂടെ പാപത്തിൽ നിന്നുള്ള മോചനം സാധ്യമാക്കണം. നമ്മൾ പാപത്തിൻ്റെ അടിമത്തിൽ നിന്നാണോ വേദനയിലും നിരാശയിലുമാകുന്നു കഴിയുന്നത്, വേഗം അതിൽ നിന്ന് മോചനം പ്രാപിക്കുക. കാരണം നമ്മിലൂടെ നമ്മുടെ ചുറ്റുമുള്ളവർക്ക്
വിമോചനം നേടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നോമ്പനുഷ്ഠിക്കുമ്പോൾ ദൈവവിളിക്ക് കാതോർക്കുക. ഒരു മനസ്സ് നമ്മൾ രൂപപ്പെടും. കേൾക്കുന്ന വചനം നമ്മളിലൂടെ ജീവിക്കണം. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, എന്നാൽ ദൈവം പ്രവർത്തിക്കുന്നത് മനുഷ്യരിലൂടെയാണ്. ദൈവം തന്നെ മനുഷ്യനായത് അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് നമ്മളിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ജീവിത രീതിയിൽ കൂടിയാണ് ദൈവം ഈ ലോകത്ത് പ്രവർത്തിക്കുന്നത്. നമ്മൾ മറ്റൊരു മുമ്പിൽ സാക്ഷികളായിരിക്കും മാത്രമേ ദൈവം നമ്മളുടെ കൂടെ പ്രവർത്തിക്കുകയും ദൈവത്തിൻ്റെ സാക്ഷ്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ കൂടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടത്, വചനത്തിനനുസരിച്ച് ക്രമീകരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ ഈ നോമ്പ് കാലത്ത് വചനത്തിനനുസൃതമായി ക്രമീകരിക്കുകയും തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ നടത്തിയ വഴികളെ നാം മറന്നു പോകരുത്. എത്ര ചെങ്കടലുകളും എത്ര യോർദാനുകളും ദൈവം നമുക്ക് പിറന്നു തന്നു. എന്തെല്ലാം പ്രതികൂല സാഹചര്യം കൂടിയാണ് ദൈവം നമ്മളെ നടത്തിയത്. ആ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ തക്കവണ്ണം ദൈവം തന്ന കൃപ നാം ഒരിക്കലും മറന്നു പോകരുത്. എത്ര മരുഭൂമികളെ മരുപ്പച്ചലാക്കി തന്നു. എത്ര പ്രതികൂല സാഹചര്യങ്ങൾ ദൈവം നമുക്ക് അനുകൂലമാക്കി തന്നു. നമ്മുടെ ഓരോരുത്തരും ജീവിതം നോക്കുമ്പോൾ നാം ഇതുപോലെ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നതിന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ദൈവം നമുക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ലോകത്ത് നമുക്ക് തരുന്ന ആയുസ്സിൽ ദൈവത്തെ അനുസൃതമായി ജീവിപ്പാൻ പ്രവർത്തിപ്പാനും ഈ നോമ്പാചരണം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുക ചെയ്യുന്നത്. നാം കേട്ട ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. സങ്കീർത്തനങ്ങൾ 1 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പുറത്തിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ ധ്യാനിച്ച് അതിനനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ഈ ഭാഗത്ത് കാണിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ യഹൂദന്മാരുടെ കീർത്തനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അവർ ആരാധനയിലും എല്ലാ സമയങ്ങളിലും ഈ സങ്കീർത്തനങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവരുടെ നമ്മൾ ക്രിസ്തീകീർത്തനം ഉപയോഗിക്കുന്നത് പോലെ അവർ സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ചത് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ കാണുന്നത് ഭാഗ്യവാന്മാർ സങ്കീർത്തനമായിട്ടാണ് 1-ാം സങ്കീർത്തനത്തിൽ കാണുന്നത്. ആരാണ് ഭാഗ്യവാൻ എന്നുള്ളത് ചിത്രീകരിക്കുന്ന സങ്കീർത്തനമാണ് 1-ാം സങ്കീർത്തനത്തിൽ കാണുന്നത്. ഇവിടെ നമ്മുടെ നടപ്പ്, നിൽപ്പ്, ഇരിപ്പ്, ഈ 3 കാര്യങ്ങൾ അത് സ്പഷ്ടമായി കാണിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ചേർക്കാൻ ആഗ്രഹിക്കുന്നു. നടപ്പ്, നിൽപ്പ്, ഇരിപ്പ്, കിടപ്പ്. ദുഷ്ടന്മാരുടെ ആചാരപ്രകാരം നടക്കാതെയും പാവികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പുറത്ത് ഇരിക്കാതെയും കള്ളന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കാതെയും ഇരിക്കുന്ന ഭാഗ്യവാൻ എന്നത്രേ ഞാൻ ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 4 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ദുഷ്ടന്മാർ ആരാണ്? ദുഷ്ടന്മാർ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മദ്രാസിൽ ഒരു കാഴ്ചമംഗല കാണാൻ പോയി. കണ്ടു വന്നപ്പോൾ പാമ്പുകളെ താമസിപ്പിക്കുന്ന ഒരു സെക്ഷനിൽ കയറാനിടയായി. അവിടെ ചെന്നപ്പോൾ ഒരു പാമ്പിൻ്റെ കൂട്ടിൽ 5-6 കോഴിക്കുഞ്ഞുങ്ങൾ, അതായത് ഇന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങൾ ആ തള്ളയെ കണ്ടു കാണത്തില്ല. ഇൻക്യൂബേറ്ററുകൾ വെച്ച് വിരിയിച്ച കുഞ്ഞുങ്ങളായിരിക്കാം. അതിനെ കൊണ്ടിരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് ഒരു സർപ്പം വന്ന് അതിലൊന്നിനെ അങ്ങ് വിഴുങ്ങി. ഇത് കണ്ടുകൊണ്ടിരുന്ന എൻ്റെ കൂടെ വന്ന് എന്നെ കൊണ്ടുവന്ന ആൾ അയാൾക്ക് വല്ലാതായി. അയാൾക്കത് പിടിക്കാൻ പറ്റില്ല. അയാൾക്ക് അന്നത്തെ ദിവസം ആഹാരം പോലും കഴിച്ചില്ല. അയാൾക്ക് വലിയ വിഷമമായിപ്പോയി. എന്നാൽ ഇവിടെ പാമ്പ് കോഴിക്കുഞ്ഞിനെ പിടിച്ചപ്പോൾ വിഷമമായെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്രയോ കോഴികളെ നമ്മൾ ഭക്ഷിക്കാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ആ ദുഷ്ടന്മാരുടെ കൂടാരത്തിൽപ്പെടുന്നില്ലേ? അതൊരു ദുഷ്ടതയായിട്ടാണ് അയാൾ അതിനെ കണ്ടത്. ഒരു പാമ്പ് ഒരു കോഴിക്കുഞ്ഞിനെ പിടിച്ചപ്പോൾ അത് ദുഷ്ടതയായിട്ട് കണ്ടു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുമാത്രം ദുഷ്ടം ചെയ്യുന്നുണ്ട്. ഇന്നലെ അച്ഛൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ 5 അപ്പവും 2 മീനും കൊണ്ടുവന്ന് യേശുക്രിസ്തു തന്നെ 5000 പേർക്ക് പോഷിപ്പിച്ചിട്ട് കാണാൻ സാധിക്കും. അവിടെ 2 മീനുള്ളവർ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഭക്ഷണത്തിന് വേണ്ടി നാം ഒരു ജീവിയെ കൊല്ലുകയോ ഭക്ഷണം ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ അത് ദുഷ്ടതയായിട്ട് കാണുന്നില്ല. പിന്നെ ആരാണ് ദുഷ്ടന്മാർ? ആരാണ് ദുഷ്ടന്മാരെന്ന് ചോദിച്ചാൽ 110-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ കാണുന്നത് ആരാണ് ദുഷ്ടന്മാരെന്ന്. എളിയവനെ പീഡിപ്പിക്കുന്നതാണ് ദുഷ്ടൻ. അഹങ്കാരത്തിൽ എളിയനെ പീഡിപ്പിക്കുന്ന ദുഷ്ടനാണ്. മനോരഥത്തിൽ പ്രശംസിക്കുന്നവൻ ദുഷ്ടനാണ്. ഉന്നത ഭാവത്തോടെ ദൈവം ചോദിക്കത്തില്ല എന്ന് കാണുന്നവൻ ദുഷ്ടനാണ്. അപ്പോൾ ദുഷ്ടനെന്ന് പറഞ്ഞാൽ എളിയവനെ പീഡിപ്പിക്കുന്നവനാണ്. ഈ ഭാഗത്താണ് ദുഷ്ടന്മാർ. എളിയവനെ പീഡിപ്പിക്കുന്നവരുടെ ആലോചന പ്രകാരം നാം ജീവിക്കരുത് എന്നാണ് ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. രണ്ടാമതായിട്ട് പാപികൾ. ആരാണ് പാപികൾ? പാപം ചെയ്യുന്ന എല്ലാവരും പാപികളാണെന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്താണ് പാപം? ദൈവകൽപ്പന അനുസരിക്കാത്തതാണ് പാപം. ദുഷ്ടത ചെയ്യുക മാത്രമല്ല, നന്മ ചെയ്യാതിരിക്കുന്നതും പാപമാണ്. സഹായിക്കേണ്ടവരെ സഹായിക്കാതിരിക്കുന്നതും പാപമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തതും പാപമാണ്. ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നതും
പാപമാണ്. പാപത്തിൻ്റെ കാര്യങ്ങൾ, പാപത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത, ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുക എല്ലാം തന്നെ പാപമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12-13 വായിക്കുമ്പോൾ പാപിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ആ ചുങ്കക്കാരനായ വ്യക്തി ദൈവത്തിന് അപേക്ഷിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് പാപിയായി എന്നോട് കരുണയുണ്ടാകുക, അർഹമല്ലാത്തത് വാങ്ങിയ അതെല്ലാം പാപമാണ്. അങ്ങനെ ആ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. അതുകൊണ്ട് പാപം എന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പാപത്തിൻ്റെ പട്ടികയിൽ വരുന്നു. സോദോമിൻ്റെ പാപങ്ങൾ ഉൽപ്പത്തി പുസ്തകം 18-19 വായിക്കുമ്പോൾ സോദോമിൻ്റെ പാപം എന്താണെന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമല്ലാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു കണക്കിൽ പാപം തന്നെയാണ്. അപ്പോൾ ഈ പാപികളുടെ ഇരിപ്പിടത്ത് ഇരിക്കാനായിട്ട് പാടില്ല. ദുഷ്ടന്മാരുടെ ആലയപ്രകാരം നടക്കാതെയും പാപികളുടെ ഇരിപ്പിടത്ത് ഇരിക്കാതെയും. പരിഹാസികൾ ആരാണ്? പരിഹാസികൾ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് പരിഹസിക്കുന്നവരെയാണ് പരിഹാസികൾ എന്നിവിടെ കാണാൻ സാധിക്കുന്നത്. പരിഹാസികൾ അവരോട് കൂടാനായിട്ട് പാടില്ല. ദൈവകൽപ്പന അനുസരിക്കുമ്പോൾ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ പാടില്ല എന്ന് കാണാൻ സാധിക്കും. പിന്നെ കള്ളന്മാർ, ഈ ദാവീദ് എഴുതിയാണെന്നാണ് വിശ്വസിക്കുന്നത്. ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയപ്പോൾ കള്ളന്മാരുടെ കാര്യം ശ്രദ്ധപ്പെട്ട് കാണത്തില്ല, ഇല്ലെങ്കിൽ അതുകൊണ്ട് പരാമർശിച്ചേ വരും. കള്ളന്മാർ ആരാണ്? കള്ളന്മാരും കള്ളം പറയുന്നവരും മോഷ്ടിക്കുന്നവരുമാണ് കള്ളന്മാരെന്ന് പറയുന്നത്. സദൃശവാക്യം 6-30 വായിക്കുമ്പോൾ വിശപ്പടക്കാൻ വേണ്ടി മോഷ്ടിക്കുന്നത് മോഷണമല്ല, അത് കള്ളനല്ല എന്ന് പറയുന്നത് സാധിക്കുന്നത്. വിശപ്പടക്കാൻ വേണ്ടി മോഷ്ടിക്കുന്ന ഒരു മോഷണം അത് മോഷണമല്ല. എന്നാൽ മത്തായിയുടെ സുവിശേഷം 24-13 മർക്കോസ് 11-7 ലൂക്കോസ് 19-44 കാണുന്നത് ദേവാലയം കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിട്ട് കാണാൻ സാധിക്കുന്നത്. ദേവാലയം കള്ളന്മാരുടെ ഗുഹ. എങ്ങനെയാണ് ദേവാലയം കള്ളന്മാരുടെ ഗുഹയാക്കുന്നത്? ദേവാലയം ഉപയോഗിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ആ വിധത്തിനെയാണ് അവിടെ ദേവാലയം കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തായിട്ട് യേശുക്രിസ്തു പറയുന്നത്. അതിന് അന്നത്തെ പുരോഹിതവർഗവും പള്ളിപ്രമാണികളും അതിനെ മുൻകൈ എടുത്തിരുന്നു. അനധികൃതമായി അവിടെ വരുന്ന ആളുകളിൽ നിന്നും വസ്തു എന്നും പറഞ്ഞുകൊണ്ടും യാഗത്തിൻ്റെ പീസെന്നും പറഞ്ഞുകൊണ്ട് അനധികൃതമായ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്നതാണ് അവിടെ കാണാൻ സാധിച്ചത്. അതിനെയാണ് യേശുക്രിസ്തു കള്ളന്മാരെന്ന് വിളിച്ചത്. ഇത് എൻ്റെ ആലയം, ഇതെൻ്റെ പ്രാർത്ഥനാലയം, ഇത് നിങ്ങളുടെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. എങ്ങനെ കള്ളത്തിന് ചെയ്തു? ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് പിടിച്ചു പറിക്കുന്ന, സാധാരണ ജനങ്ങളെ പിടിച്ചു പറിക്കുന്ന, അല്ലെങ്കിൽ അവരിൽ നിന്നും പണം വസൂലാക്കുന്ന, ഈടാക്കുന്ന ആ ദുഷ്ടപ്രവൃത്തിയാണ് ഇവിടെ കള്ളന്മാരെന്ന് അവരെ വിളിക്കുന്നത് കാണാൻ സാധിക്കുന്നു. എൻ്റെ ആലയം, പ്രാർത്ഥനാലയം, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. യിരെമ്യാ പ്രവാചന പുസ്തകം 7-1 വായിക്കുന്നു. ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്. അത് ഇവിടെ പുരോഹിതന്മാരും അന്നത്തെ പള്ളി പ്രമാണികളും ശാസ്ത്രിമാരാണ് ചേർന്ന് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്താൽ കാണാൻ സാധിക്കുന്നത്. നല്ല സമരക്കാരൻ്റെ കഥയിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു യാത്രക്കാരനെ കള്ളന്മാർ അപഹരിച്ച്, അവരെ ദ്രോഹിച്ച് മുതലെല്ലാം പിടിച്ചു വെച്ച് പോയത് കാണാൻ സാധിക്കും. അങ്ങനെ ഈ ദുഷ്ടന്മാരും പാപികളും പരിഹാസികളും കള്ളന്മാരുമായുള്ള കൂടാരങ്ങളിൽ പാർക്കാതിരിക്കാനാണ് ദൈവം ഈ ഭാഗത്ത് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. നമുക്ക് ഉപദേശം ലഭിക്കുന്നത് എവിടെയെന്ന്, ഉപദേശം ലഭിക്കുന്ന ആരിൽ നിന്നുമാണ്? അത് കള്ളനാണോ, ദുഷ്ടനാണോ, പാപിയാണോ എന്നത് നാം മനസ്സിലാക്കി അതിനെ ജീവിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോൾ ഞാനും കുറച്ചുനാൾ ഈ കൂടാരത്തിനുള്ളിലായിരുന്നു. ദുഷ്ടതയുടെ കൂടാരവും പാപികളുടെ വഴിയിലും പരിഹാസികളുടെ ഇരിപ്പിടത്തിലും കള്ളന്മാരുടെ കൂടാരത്തിലും കുറേ വർഷം കഴിഞ്ഞവനാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഞാൻ പ്രവർത്തിച്ച 1987 മുതൽ 94 വരെ ഞാൻ പ്രവർത്തിച്ചത് വിദേശ മധ്യസ്ഥാപിലായിരുന്നു എൻ്റെ ജോലി. അവിടെ ഈ പറഞ്ഞ എല്ലാം ഉണ്ടായിരുന്നു. ദുഷ്ടന്മാരും പാപികളും പരിഹാസികളും കള്ളന്മാരും അവരുടെ സംഘത്തിലായിരുന്നു ഞാൻ കഴിഞ്ഞിരുന്നത്. അത് 1994 ഞാൻ ആ ബന്ധു. പക്ഷേ അന്ന് വികാരിയായിരുന്ന ബഹുമാന PTA പ്രകാശൻ അതിനെ ഒരുപാട് ഉപദേശിക്കുകയുണ്ടായി. അങ്ങനെയാണ് ആ ബന്ധു ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇപ്പോഴത്തെ തൊഴിലിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. കള്ളന്മാരും പാപികളും ദുഷ്ടന്മാരും പരിഹാസികളും ഉൾപ്പെട്ട ഒരു ലോകത്തിൽ 7 വർഷക്കാലം ദൈവം എന്നെ കാത്തു സൂക്ഷിച്ചു. അവരുടെ ചതിവിൽപ്പെടാതെ, അവരുടെ വലയിൽപ്പെടാതെ എന്നെ കാത്തു സൂക്ഷിച്ചു. മദ്യഷാപ്പിലെ ജീവനക്കാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മദ്യഷാപ്പിൽ പോയിട്ടുള്ളവർക്കറിയാം അവരെങ്ങനെ ഇരിക്കും എന്നുള്ളത്. അതുകൊണ്ട് ഈ അതായത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത, ദൈവത്തിന് അനുസൃതമല്ലാത്ത ജീവിതശൈലിയിൽ മനുഷ്യൻ ജീവിക്കുന്നതിന് ഒരു ഉപോത്ബലമായി എനിക്കും പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പണവും പ്രതാപവും സ്ഥാനമാനങ്ങളും ഉന്നതമായ സാമൂഹിക ബന്ധങ്ങളുമെല്ലാം അനുഗ്രഹത്തിന് അടയാളമായിട്ടാണ് ഇന്ന് ലോകം കാണുന്നത്. പണവും പ്രതാപവും സ്ഥാനമാനങ്ങളും ഉന്നതമായ സാമൂഹിക ബന്ധങ്ങളെല്ലാം ഇന്ന് അനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ടാണ് ലോകം കാണുന്നത്. എന്നാൽ
ഇതെങ്ങനെയാണ് ഇത് ലഭിച്ചത്? ഇവയിൽ നിന്ന് വിഭിന്നമായ മാനദണ്ഡങ്ങളാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യന് അഥവാ ഭാഗ്യവാന മനുഷ്യൻ ഉണ്ടായിരിക്കണമെന്ന് ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ്. യഹോവയുടെ ന്യായപ്രമാണം സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പുകൾ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ എന്ത് ലഭിക്കും എന്ന് തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടത്തുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. പ്രിയമുള്ളവരെ, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം, ഇലവാടത്തായ വൃക്ഷം, അതുമാത്രമല്ല അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആറ്റരികത്ത് നട്ടിരിക്കുന്ന നമ്മളൊരു തൈ നട്ടാൽ അതിന് വെള്ളം ഒഴിച്ചെങ്കിൽ മാത്രമേ അത് വളർന്നു വരികയുള്ളൂ. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം ആറ്റരികത്ത് കിളിച്ചു വന്നതല്ല, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷമാണ്. അപ്പോൾ തക്ക സമയത്ത് തന്നെ തടമെടുക്കുകയും കാട് പറിക്കുകയും വളവിടുകയും വെള്ളം ലഭിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം എന്ന് പറയുന്നത്. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം അത് തക്ക കാലത്ത് ഫലം കായ്ക്കും, അതിലെപ്പോഴും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അതിന് എന്ത് ഉദ്ദേശത്തോടുകൂടി അതിൻ്റെ ഉടനെ ആക്കിയിരിക്കുന്നോ ആ ഉദ്ദേശിക്കുന്ന കാര്യം അത് സാധിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ ഇലവാടത്തുമായ വൃക്ഷം പോലെ ഇരിക്കും, അതിന് ഒരു വാട്ടലുണ്ടാകില്ല. ദൈവം തമ്പുരാൻ നമ്മളെ ആറ്റരികത്തിൽ നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലം നമ്മുടെ ജീവിതങ്ങളും പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും നമ്മളെല്ലാം ദൈവവുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ആരാധനയിൽ കേന്ദ്രീകരിച്ച് തിരുവചനം ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ നോമ്പുകാലം നാം അനുഗ്രഹിക്കപ്പെട്ട കാലമായി തീരും. നാം ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ദൈവം നമ്മളെ വളർത്തും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തെ ദൈവത്തിനെ പരമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ സന്നിധിയിൽ ധന്യമായി ജീവിക്കുവാൻ, ദൈവത്തെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് ജീവിക്കാൻ തൊക്കണം. ദൈവം തമ്പുരാൻ ഞങ്ങളെ സഹായിക്കട്ടെ. അതിനെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ പ്രഭാഷണം ഇരിക്കുന്നു. ഇതിന് അവസരം നൽകുവാൻ അച്ഛനോട് നന്ദി സ്നേഹവും അറിയിക്കുന്നു.